ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ ക്ലൈമാക്സ് ആണ് വ്യാഴവും വെള്ളിയും ദിവസങ്ങളിൽ നടക്കാൻ പോണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വിജി വക്കീല് കൂട്ടിക്കൊണ്ടുവരുവാണ്. അതായത് കുഞ്ഞിപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് മാത്രമല്ല ഒരു തെളിവും ഇല്ലാതെ ആദ്യനെ പിടിച്ചോണ്ടെന്നതിൽ ഒരു കാര്യമില്ല. ഒരു കുപ്പി ആദ്യയുടെ കട്ടിലടിയിൽ കിട്ടിയെന്നുള്ളത് ശരിയാണ്. എന്നിട്ട് ആദ്യമാണ് ചെയ്യണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. ആദ്യയുടെ പേരിലടം എങ്കിലും അതിലെന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിജി വക്കീല് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നേരെ ആദ്യനും കൂട്ടിക്കൊണ്ട് വരുന്ന നമ്മുടെ ഹോസ്പിറ്റലിലേക്കാണ്. ആദ്യക്കാണെങ്കിൽ കുഞ്ഞുവാവനെ കാണാതിരിക്കാൻ പറ്റുന്ന കേട്ടോ. കുഞ്ഞിനെ വേഗം തന്നെ ആദ്യം അടുത്തേക്ക് പോയിട്ട് കുഞ്ഞുവാവിടെ കാലിലൊന്ന് തൊടുന്നുണ്ട്. എന്നിട്ട് ഇഷിതടുത്ത് പറയുന്നുണ്ട്, ഇഷിതാമേനൻ ഒരിക്കലും കുഞ്ഞുവാവനെ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോ, മോനെ നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാനും നിന്റെ ഡാഡിയും ഒരിക്കലും വിശ്വസിക്കില്ല. നീ നിന്റെ പെങ്ങളുമാരെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കും നിന്റെ ഡാഡിക്കും നന്നായിട്ട് അറിയാം. ഞങ്ങളെപ്പോലെ അറിയാവുന്ന വേറെ ആരും ഉണ്ടാവില്ല. അത് മാത്രല്ല, നിനക്ക് നിന്റെ ഡാഡിയുടെ സ്വഭാവമാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളിലുള്ളതൊന്നും നിനക്ക് പെട്ടെന്ന് പുറത്ത് കാണിക്കാൻ അറിയില്ല, പക്ഷെ നിന്റെ ഉള്ളിൽ നിറച്ച സ്നേഹമാണെന്ന് ഇഷിത നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോ ആദ്യം പറയണ്ട, പക്ഷെ എങ്കിലും ഇഷിതാമേ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ബാക്കിയാണല്ലോ. ആരാണ് കുഞ്ഞുവാടെ മുഖത്ത് സ്പ്രേ ചെയ്തത് എന്നുള്ള കാര്യം? വീട്ടിലേക്ക് ഞാൻ പോട്ടെ, ആ മഞ്ജിമാപ്പ അവരെ ഞാൻ വലിച്ചു കീറുന്നുണ്ട്, അവരോട് ഞാൻ ചോദിക്കുന്നുണ്ട്. അവർക്കറിയായിരിക്കും ആരാണ് ഇതിന് ഉത്തരവാദിന്ന്. ഇത് കേൾക്ക് നിഷിത പറയണ്ട, മോനെ നീ വെറുതെ മഞ്ജുമേനെ തെറ്റിദ്ധരിക്കണ്ട. മഞ്ജുമ ചേച്ചി ഇതിന്റെ പിന്നിലൊന്നും ഉണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇഷിതാമക്ക് എങ്ങനെയാ മഞ്ജുമാപ്പനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നത്? അപ്പൊ ഒരു കള്ളിയാ, പെരും കള്ളി എന്ന് പറയാണ്. ഇത് കേൾക്ക് നിഷിത പറയണ്ട്, ആയിരിക്കാം, പക്ഷെ ഈ കാര്യത്തിൽ മഞ്ജുമ ചേച്ചിക്ക് ഒരു മനസ്സലിവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. മഞ്ജുമ ചേച്ചി മനസ്സുരുകിയിട്ട ഇവിടെ നിന്ന് കരഞ്ഞ് ബഹളം വെച്ച് കുഞ്ഞിനെ കൊണ്ടുവന്നത്, അതെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മഞ്ജുമ ചേച്ചിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ഏത് നേരവും മഞ്ജു ചേച്ചി കുഞ്ഞിനെ നോക്കാൻ പോകുന്നില്ല. വാതിൽ ലോക്ക് ചെയ്തോ ഇല്ലയെന്ന് പോലും മഞ്ജുമ ചേച്ചിക്ക് അറിയില്ല. മഞ്ജുമ ചേച്ചി ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന പോലെ ഫോണും കുത്തി നിന്ന സമയത്തായിരിക്കും ആരെങ്കിലും ഈ ദ്രോഹം ചെയ്തത്. എന്നാലും അത് തെളിയിക്കണ്ടേ ഡാഡി? വേണം മോനെ, എന്തായാലും കുറെ കാര്യങ്ങൾ തെളിഞ്ഞോണ്ടിരിക്കുകയാണ്. അതെന്താ ഡാഡി അങ്ങനെ പറഞ്ഞത്? നീ ഒരു ദിവസം പറഞ്ഞല്ലോ, ആകാശ് മേനോൻ എന്തോ ഒരു ചാക്ക് കണക്കിന് എന്തോ വെയിറ്റ് ഉള്ള സാധനം ഒരു പുഴയിലേക്ക് എറിയുന്ന കാഴ്ച നീ കണ്ടെന്നോ? ഞാനത് കണ്ടായിരുന്നോ? അതിപ്പോ ആരാണെന്ന് ഒരു സംശയം തോന്നിയിട്ടുണ്ട് മോനെ. അതെന്താ? അത് എന്റെ ഒരു ഫ്രണ്ട് സാന്ദ്ര, നിനക്കറിയാവോ? എസ് ആണ്, ഇവിടെ പുതിയതായിട്ട് ചാർജ് എടുത്തു. അറിയാം, ഡാഡി അന്ന് പറഞ്ഞതല്ലേ. മേഡം ഇപ്പൊ വീണ്ടും ചാർജ് എടുത്തോ? ഉണ്ട്, ചാർജ് എടുത്തിട്ടുണ്ട്. അവരാണ് ഇപ്പൊ സുമിയുടെ കേസ് അന്വേഷിക്കണത്. സുമി മരിച്ചു എന്ന് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ നീ പറഞ്ഞ ആ ഒരു പുഴയുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. അതിന്റെ നടപടി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സുമിയുടെ ആണെങ്കിൽ ആകാശ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ. അത് സുമിയുടെ തന്നെ ആവാനാണ് ചാൻസ് 99%. മിക്കവാറും ഇപ്പൊ തന്നെ സാന്ദ്ര എന്നെ വിളിച്ച് അതിന്റെ റിസൾട്ട് പറയും എന്ന് പറയാണ്. കുറച്ചു ദിവസത്തിന് ശേഷം തന്നെ സാന്ദ്ര നമ്മുടെ മഹേഷിനെ വിളിക്കുകയാണ്. ഹലോ സാന്ദ്ര, എന്തായി? മഹേഷ് സംശയിച്ചത് വെറുതെ ആയില്ല, അത് സുമിതയുടെ ഡെഡ് ബോഡി തന്നെയാണ് എന്ന് പറയാണ്. ഓ മൈ ഗോഡ്, അപ്പോ സുമിത? അതെ, സുമിത മരിച്ചു. ആ ഡെഡ് ബോഡിക്ക് 1 മാസത്തെ പഴക്കമുണ്ട് എന്ന് പറയാണ്. അപ്പോ ആകാശ് തന്നെയാണ് ഇതിന് പിന്നിലല്ലേ? ആയിരിക്കാം. അതിൽ കുറച്ച് വിരലടയാളം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആകാശ് മേനോന്റെ ആണെങ്കിൽ ഇനി ഒരിക്കലും അയാൾ രക്ഷപ്പെടില്ല എന്ന് പറയണം. അതിനുശേഷം മഹേഷ് ഫോം വെക്കുമ്പോ ആദ്യം പറയണ്ട്, അതെ അത് ആകാശ് മേനോന്റെ തന്നെയാണ്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അയാള് ആ ഒരു സംഭവം വെള്ളത്തിലേക്ക് എറിയണത്. ഈ കാര്യം ഒരാൾക്ക് വിളിച്ചു പറയാനുണ്ട്. ആരോടാ മോനെ? വേറെ ആരുടേതല്ല, എന്റെ ഡാഡിനെ പറ്റിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയല്ലോ എന്റെ മമ്മി എന്ന് പറഞ്ഞ ഒരു സ്ത്രീ. അവരെ വിളിച്ച് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയണം. വേണ്ട മോനെ, നീ വെറുതെ വാശിയും വൈരാഗ്യം ഒന്നും കാണിക്കണ്ട. അത് നിന്റെ മമ്മിയാണ് എന്ന് ഇഷിത പറയുമ്പോ, ഇഷിത നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു അതൊരു മമ്മിയാണെന്ന്? പ്രസവിച്ചത് കൊണ്ട് ഒരു സ്ത്രീ ഒരിക്കലും അമ്മയാവില്ലെന്ന് പഠിപ്പിച്ചതല്ലേ ഇഷിതാമ്മ? അത് മാത്രല്ല, എനിക്കറിയാം അവർ നല്ലൊരു മമ്മിയല്ല. അവര് വെറുതെ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവര് അവരുടെ 2 മക്കളെയും ഭർത്താവിനെയും ആരെയും സ്നേഹിച്ചിട്ടില്ല. അവർക്ക് സ്നേഹം അവരെ മാത്രമാണ്. പിന്നെ ആകാശങ്ങള് എന്തായാലും ഞാനൊന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം നേരെ രചനനെ വിളിക്കാട്ടോ. ഹലോ മോനെ, നിന്നെ എത്ര നാളായിട്ട് കണ്ടിട്ട്? നിന്റെ സൗണ്ട് ഒക്കെ കൊതിച്ചിരിക്കായിരുന്നു. നീ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയോ? അപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷനിലൊക്കെ മമ്മി അറിഞ്ഞു അല്ലേ? എന്നെ കാണാനൊന്നും വന്നില്ലല്ലോ. മോനെ കാണാൻ വരാൻ നിൽക്കുമായിരുന്നു. വേണ്ട മമ്മി, ഒന്നും പറയണ്ട. അല്ല, മമ്മി എപ്പോഴും ആകാശ്മണിയുടെ വീട്ടിൽ തന്നെയാണോ? ഞാൻ പിന്നെ എവിടെ പോവാനാണ്? എങ്കിലേ മമ്മി ആ വാർത്ത ഒന്ന് വെച്ച് നോക്കിയേ. മമ്മിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടല്ലോ ഒരു സുമിത ആന്റി മരിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളാ ഇപ്പൊ ടിവിയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ടി വെച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ കാര്യം കൂടി ഞാൻ പൊളിച്ചോളാം. ആ സസ്പെൻസ് കൂടി. സുമിത എന്നെ കൊന്നു തരാന്നറിയാവോ? ആ മമ്മിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ആകാശ് മേനോൻ എന്ന് പറയണം. മോനെ നീ എന്തൊക്കെയാ പറയണത്? അതെ മമ്മി ടി വെച്ച് നോക്ക്, അപ്പറിയാം സത്യാവസ്ഥ എന്ന് ആദ്യം പറയാണ്.
രചന വേഗം തന്നെ TV ഓൺ ആക്കി വെക്കുവാട്ടോ. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ആകാശിന്റെ വിരലടയാളമാണ് കിട്ടിയെന്നും സുമിതയാണ് മരിച്ചെന്നും സുമിതയുടെ അമ്മാവൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു, അതും ആകാശ് മേനാണോ എന്നൊരു സംശയം ഉണ്ടെന്ന രീതിയിലൊക്കെയാണ് കേസും കാര്യങ്ങളൊക്കെ TV വാർത്തകൾ വന്നുകൊണ്ടിരിക്കട്ടോ. അത് കേൾക്കുമ്പോഴേക്കും രചനക്ക് ആകെ ഷോക്ക് ആവാണ്, ഭ്രാന്ത് പിടിക്കുകയാണ്. ഹോ, അപ്പൊ എന്റെ ഫ്രണ്ടിനെ അവൻ എന്തോ ചെയ്യുന്ന സമയത്ത് അവൾ അതിൽ നിന്ന് പിന്തിരിയാൻ പോയപ്പോഴാണ് അവൻ കൊന്നത്. അപ്പൊ അവൻ എന്തൊരു ദുഷ്ടനാണ്, എന്റെ ജീവിതം തകർത്തു, ഇങ്ങോട്ട് വരട്ടെ, അവനെ കൊന്നിട്ട് ഞാനും ചാവും എന്നൊക്കെ രചന വിചാരിക്കുകയാണ്. പിന്നീട് പതുക്കെ പതുക്കെ രചന പഴയ പല കാര്യങ്ങളും ആലോചിക്കുകയാണ്. മഹേഷിനെ ഒരുപാട് ഉപദ്രവിച്ചതും മഹേഷിന്റെ വീട്ടുകാരെ ഉപദ്രവിച്ചതും തന്റെ 2 മക്കളെയും താൻ എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ രചന ആലോചിക്കുകയാണ്. തന്നോട് ഒരു തെറ്റും ഇഷിത ചെയ്തിട്ടില്ല, എന്നിട്ട് ഇഷിതേനെ പോലും താൻ കൊല്ലാൻ നോക്കില്ലേ, അതൊക്കെ ആലോചിച്ചിട്ട് രചനക്ക് ഒരു കുറ്റബോധം പോലെ തോന്നുവാട്ടോ. അവസാനമായിട്ട് എന്തായാലും താൻ ആകാശിനെ കൊല്ലാൻ പോവാണ്. അപ്പൊ ആകാശം മരിച്ചിട്ട് താൻ എന്തായാലും ജയിലിൽ പോകും. പക്ഷെ അതിനു മുമ്പ് ഇഷിതയുടെ കുഞ്ഞിനെ ഇതുവരെ കണ്ടില്ല, അതായത് മഹേഷിന്റെ കുഞ്ഞാണ്, അത് തന്റെ കുഞ്ഞായിട്ട് കരുതേണ്ട കുഞ്ഞാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഒന്ന് കാണണം, ഒന്ന് എടുക്കണം എന്നൊക്കെ രചനക്കും ഒരു ആഗ്രഹം തോന്നാണ്. അതേസമയം ആകാശിന്റെ പോലീസ് കയ്യോടെ പൊക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ആകാശ് അപ്പോഴും അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കാണ്. ആ സമയത്ത് തന്നെ രചന അവിടേക്ക് എത്തുന്നുണ്ട്. രചന അടുത്ത് ആകാശ് പറയുന്നുണ്ട്, രചന ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എല്ലാരും കൂടി എന്നെ കൊടുക്കുക രചന, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല രചന, ഒരിക്കലും ഞാൻ ആ കൊലപാതകം ചെയ്തിട്ടില്ല എന്നൊക്കെ പറയാണ്. നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ രചനെ, നമുക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് ജീവിക്കാം എന്നൊക്കെ പറയുമ്പോ അതെ, നീ രക്ഷപ്പെടാൻ വേണ്ടി പോവാണ്, ഇനിയിപ്പോ നീ എവിടെയാ പോകണത്, സ്വർഗത്തിലേക്ക്, സോറി നരകത്തിലേക്ക്. അതേടാ, നിന്നെ പോലത്തെ സാത്താനൊക്കെ നരകത്തിലാ പോകണത്, നീ മരണത്തിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി പോവാടാ. രചനെ, നീ എന്തൊക്കെയാ പറഞ്ഞത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്താ എന്നെ തെറ്റിദ്ധരിക്കുവാണോ? അല്ലടാ, ഞാൻ ശരിയായിട്ട് തന്നെയാ ഇപ്പൊ ധരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒറ്റ വെടി ആകാശം അവിടെ തീരുവാണ്. ആകാശം മരിക്കുകയാണ്. രചനയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാണ്. പക്ഷെ പോലീസുകാർക്ക് അവസാനമായിട്ട് രചന ഒരു ആഗ്രഹം പറയാണ്, മഹേഷിന്റെ ഇഷിതയുടെ ആ കുഞ്ഞിനെ തനിക്കൊന്ന് കാണണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ഇഷിത തന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് വരുവാണ് രചനയുടെ അടുത്തേക്ക്. രചന ആ കുഞ്ഞിനെ നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഇഷിത എടുത്ത് പറയുന്നുണ്ട്, കുഞ്ഞിനെ കാണുമ്പോ ആദിനെ പോലെയുണ്ട്, അതായത് ആദി ജനിച്ച സമയത്ത് മഹേഷിനെ പോലെ തന്നെയായിരുന്നു, എല്ലാവരും പറയുന്നു മഹേഷിനെ എടുത്തു വെച്ചിരിക്കുന്ന പോലെയായിരുന്നു, ഇപ്പോ മഹേഷിനെ പോലെ തന്നെയാ ഈ കുഞ്ഞിരിക്കുന്നത്, ആദ്യം ജനിച്ച സമയത്ത് അതേ മുഖഛായ തന്നെ കുഞ്ഞിനും എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കാണ്. എന്നിട്ട് മഹേഷ് സോറി, ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല വർഷങ്ങൾ, ഒരുപാട് നല്ല സമയം മഹേഷിന്റെ സമയം കളഞ്ഞത് ഞാനാണ്, പക്ഷെ എങ്കിലും സന്തോഷമുണ്ട്, ഞാൻ പോയതുകൊണ്ടാണല്ലോ ഇഷിതനെ പോലത്തെ നല്ലൊരു ഭാര്യയാണ് മഹേഷിനെ കിട്ടിയത്. അത് മാത്രല്ല എന്റെ കുട്ടികൾക്ക് നല്ലൊരു അമ്മേനെയും കിട്ടി, അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ ഇഷിതനെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. ആദ്യനെയും ചിപ്പിനെയും കെട്ടിപ്പിടിച്ചിട്ട് രചന അങ്ങനെ യാത്രയായി പോകുവാട്ടോ നമ്മുടെ ജയിലിലേക്ക് തന്നെ. അതിനുശേഷം പിന്നീട് നമ്മുടെ ഇഷിതയും മഹേഷും രണ്ട് മക്കളും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ്. അപ്പൊ അങ്ങനത്തെ കുറെ നല്ല നല്ല സന്ദർഭങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇഷ്ടമാത്രം സീരിയൽ ക്ലൈമാക്സ് ആവുന്നത്. എന്തായാലും വ്യാഴവും വെള്ളി മറക്കാതെ കാണുക. ക്ലൈമാക്സ് എപ്പിസോഡ്സ് ആണ്, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എപ്പിസോഡ്സ് ആട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.